ഇന്ന് കേരളത്തിലെല്ലാവരും ന്യൂസ് ചാനലുകളും ഓൺലൈൻ മീഡിയ ചാനലുകളും എൻ്റർടൈൻമെൻറ്റ് ചാനലുകളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ മലയാളികൾ മൊത്തം ഏറ്റവും കൂടുതൽ കണ്ടതും സെർച്ച് ചെയ്തതും സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ മകളുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസ് വീഡിയോസ്. നരേന്ദ്രമോദി, മോഹൻലാൽ, മമ്മൂട്ടി. ഇനി കേരളം ഇങ്ങനൊരു ഒത്തുചേരലിന് വേറെ എപ്പോഴെങ്കിലും വേദിയാവുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. സോ എന്താണെങ്കിലും ഇതുവരെ നമ്മൾ മലയാളികൾ ഇങ്ങനൊരു കൂടിച്ചേരൽ കണ്ടിട്ടില്ല. സോ ആക്ച്വലി ഇന്ന് ആ കുട്ടിയുടെ കല്യാണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ബിസിയാണ്. സോഷ്യൽ മീഡിയ മൊത്തം എല്ലാ ചാനലും ബിസിയാണ്. അപ്പം അങ്ങനെ ഇന്നലെ മുതൽ കുറേ അപ്ഡേറ്റ്സ് ഒക്കെ ചാനലുകൾ കൊടുത്തു തുടങ്ങി. ആൻഡ് ഇന്നായപ്പോഴത്തേക്ക് എല്ലാ ചാനലുകളും രാവിലെ ആ ചടങ്ങും കാര്യങ്ങളും മോദി വന്നതും എല്ലാമായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ ഈവനിങ് ആയപ്പോഴത്തേക്ക് പിന്നെ തിരിച്ച് പൊളിറ്റിക്സ്, മാങ്കൂട്ടത്തിൻ്റെ മറ്റേ ബെയിൽ കിട്ടിയതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ എന്താണെങ്കിലും കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോണ്ടൻ്റാണ്. അപ്പോൾ കല്യാണത്തിൽ എന്താ പ്രശ്നം എന്നായിരിക്കും. ബൈ ദ വേ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ മറ്റേ ഈ കല്യാണം നടക്കുന്ന സമയത്ത് ബാക്കി കല്യാണങ്ങളെ പ്രശ്നമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിൽ 1-2 ചാനലിലൊക്കെ ഇങ്ങനെ കല്യാണം റിലേറ്റഡ് ആയിട്ട് കുറച്ച് പേർക്ക് കയറാൻ പറ്റിയില്ല, സ്വന്തം മകൻ്റെ കല്യാണം കാണാൻ പറ്റിയില്ല, വീഡിയോ കോളിൽ കണ്ടു എന്നൊക്കെ പറയുന്നവരുണ്ട്. കല്യാണത്തിന് വിളിച്ചിട്ടുള്ളിൽ കയറ്റാൻ പറ്റിയില്ല എന്നുണ്ട്. സമയം മാറിയതിന് കംപ്ലയിൻറ്റ് ചെയ്യുന്ന 1-2 പേരുണ്ട്. എന്തായാലും കല്യാണങ്ങൾ മാറ്റി വെച്ചിട്ടില്ല. ആ ഡേറ്റിന് പറഞ്ഞ കല്യാണങ്ങൾ, ആ ഡേറ്റിൽ ഇന്ന് പറഞ്ഞ കല്യാണങ്ങൾ ഇന്നെന്നെ നടന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇനി കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനം, എല്ലാവരും ഹാപ്പി ആയിട്ടുള്ളൊരു സമയം. ഓൾമോസ്റ്റ് ലൈക്ക് എന്താ പറയുക, കുറേ സ്റ്റാറുകൾ അവിടെ വന്നിട്ടുണ്ട് ഗുരുവായൂർ ടെമ്പിളിൽ. ഈ വന്നതിൽ, കല്യാണം നടന്നതിലൊക്കെ 1-2 ടീമുകൾ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ട്. ഓക്കെ, എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയുള്ള കുറേ ഹിന്ദു എക്സ്ട്രീമിസ്റ്റുകളും കുറേ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളും, അവരങ്ങനെ തന്നെ വിളിക്കണം. എക്സ്ട്രീമിസമാണ് അവർക്ക് വൈരാഗ്യം, വിദ്വേഷം, അതാണ് അവരെ. എക്സ്ട്രീമിസമാണ് അവരുടെ ഏറ്റവും വലിയ സീന്. ഓക്കെ, അവർക്ക് വേറൊരു മതത്തിൽപ്പെട്ടവരോ വേറൊരു മതത്തിൽപ്പെട്ടവരോ ഒന്നും അവർ കണ്ടുപിടിക്കില്ല. അപ്പോൾ അവരങ്ങോട്ട് അടി തുടങ്ങി. അതിനിടയിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ കമ്മിയാളും പോയി ചേർന്ന് നിന്ന് കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. പിന്നെ ആസ് യൂഷ്വൽ സംഘികളും ഇറങ്ങി. മൊത്തത്തിൽ എന്താണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും കണ്ട് വരുന്ന ചടങ്ങിൽ സോഷ്യൽ മീഡിയ സൈബർ സ്പേസിൽ അടിയാണ്. അടി കാരണവും അല്ലെങ്കിൽ അടി തുടങ്ങിയതൊക്കെ എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയാണ് ഇതിനൊക്കെ ഒരു സെൻറ്റർ പോയിൻ്റായിട്ട് ഇവർ പിടിച്ചു വെച്ചിട്ടുള്ളത്. മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടോ മമ്മൂട്ടിയുടെ അറിവോടെയോ അല്ല. അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇതൊക്കെ എന്തോ അയാൾ തന്നെ വിചാരിക്കും, മമ്മൂട്ടിനെ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ എവിടുന്ന് വന്നടേ ഇതൊക്കെയാണ്. അപ്പോൾ സീനുകൾ തുടങ്ങുന്നത് നരേന്ദ്രമോദിജി എല്ലാ നടന്മാരെയും കണ്ട് ഇങ്ങനെ എല്ലാവരെയും എന്താ പറയുക, ആദ്യമായിട്ട് കാണുകയായിരിക്കാം ചിലപ്പോൾ ചില നടന്മാരെ. ഇപ്പോൾ ദിലീപൊക്കെ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും, എനിക്കറിയില്ല. ഞാൻ വേറെ എവിടെയും അവരങ്ങനെ നിന്ന് കണ്ടിട്ടില്ല പ്രധാനമന്ത്രീൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ കുറേ സൂപ്പർ സ്റ്റാർസ് മലയാളത്തിലത്തെ ബിഗ് ഗെയിംസ് ഒക്കെ ഉണ്ട്. മമ്മൂട്ടി, മോഹൻലാലൊക്കെ. നരേന്ദ്രമോദി വരുന്നു, കൈ കൂപ്പി നിൽക്കുന്നു. മമ്മൂട്ടി മാത്രം കൈ കെട്ടി നിന്നു. അതാണ് വിഷയം. മമ്മൂട്ടി മാത്രം കൈ കൂപ്പിയില്ല. ദിലീപ് കൈ കൂപ്പി, ജയറാം കൈ കൂപ്പി, മോഹൻലാൽ കൈ കൂപ്പി, മമ്മൂട്ടി കൈ കൂപ്പിയില്ല. അപ്പം അത് കമ്മികൾ നമ്മളെ മമ്മൂക്കാക്ക് എന്ത്, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. നമ്മളെ മമ്മൂക്കാക്ക് എന്ത്, ഞങ്ങളങ്ങനെ ഒരാളെ മുന്നിലും കൈകൂപ്പി കുനിയില്ല, താഴത്തില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട്. മറ്റേ ഇതിനിടയിൽ വന്ന ഏറ്റവും നല്ല ട്രോള് മറ്റേ ഇന്നസെൻ്റ് ഏട്ടൻ്റെ സാധനമാണ്. ഇപ്പം പൊട്ടിക്കും കുറേ കണ്ടിട്ടുണ്ട് എന്നുള്ള സാധനമൊക്കെ വന്നു. ഇത് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 1-2 വേറെ പിക്കും കൂടി വന്നു. അതായത് മമ്മൂട്ടി ഒരു സൈഡിൽ കൈ കൂപ്പും. അതായത് ആദ്യമായിട്ട് കാണുന്ന സമയത്ത് നമസ്കാരം, നമസ്തേ, ആ ജസ്റ്ററാണത്. ഓക്കെ, അല്ലാതെ ഒരു ദൈവത്തിന് മുന്നിൽ ഒരാൾ കൈ കൂപ്പുന്ന ഒരു ജസ്റ്റർ. ഇന്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത് നമസ്തേ, ആ സാധനം ഉണ്ട്. ഈവൻ ഫ്ലൈറ്റ്സിലാണെങ്കിലും, ഈവൻ പുറത്തുനിന്ന്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൾച്ചർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുറം രാജ്യത്ത് കെട്ടിപ്പിടിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ കയ്യിൽ ഉമ്മ വയ്ക്കുന്നതായിരിക്കാം. സോ ഓരോ രാജ്യത്ത് ഒരാളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അയാളെ നമ്മൾ വെൽക്കം ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതിഥി ദേവോഭവ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൈകൂപ്പാ, അതാണ് നമ്മളുടെ ഒരു കൾച്ചർ. ഇന്ത്യൻ കൾച്ചർ അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉള്ളത്. സോ ആ രീതിയിലേക്ക് ഒരു ബഹുമാനം, അത്രയേ ഉള്ളൂ. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും മമ്മൂക്ക കൈ കൂപ്പിയിട്ടുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് കണ്ട ടൈമിൽ. പിന്നെ സെക്കൻഡ് കണ്ട സമയത്താണ് മമ്മൂക്ക കൈ കെട്ടി നിന്നത്. ഇനി കൈ കെട്ടി നിന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണ് എന്നുള്ളത് പറയുന്ന ആളുകളുണ്ട്. കൈ കെട്ടി നിൽക്കുന്നത് ഡിസ്റെസ്പെക്ട്ഫുൾ ആണോ?
എല്ലാവരും കൈ കെട്ടി നിൽക്കുന്നത് വേറൊരാളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാനാണോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ മമ്മൂട്ടി കൈ കൂപ്പിയെന്നും കൈ കെട്ടി നിന്നു എന്നും മോദിയെ അപമാനിച്ചുവെന്നും ഇല്ല മോദിയെ കണ്ടപ്പോൾ കൈ കൂപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ ഇറങ്ങി തിരിച്ച അടി ആദ്യം അവിടെ തുടങ്ങിയ അടി. അതിനിടയിലാണ് നമ്മൾ ശീതൾ ശ്യാം ഇതിനിടയ്ക്ക് ശോഭനയുടെ ഒരു കേസൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊന്നും ഇങ്ങോട്ട് എയറിലായിരുന്നു. അവർ നേരെ പോയിട്ട് കൈ കൂപ്പി നിന്ന സാധനം എടുത്തിട്ട് വേറെ ആളെ നോക്ക് മമ്മൂക്ക എന്നൊക്കെ പറഞ്ഞ് ലൗച്ചിനൊക്കെ ഇട്ടു. പക്ഷേ ഇതിന് നെക്സ്റ്റ് പിക്ചർ മമ്മൂട്ടി കൈ കൂപ്പുന്ന പിക്ചർ വന്നപ്പോഴത്തേക്ക് ശീതൾ ശ്യാമിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കമൻറ്റ് ബോക്സിൽ പൊങ്കാലകൾ തുടങ്ങി. ഇനിയിപ്പോൾ ഈ കൈകൂപ്പ് കൈകെട്ട് സംഗതികൾ ഇപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് രീതിയിലാണ് ഇത് ഇവന്മാർ. ഇതിൽ കമ്മികളും ഇടപെടും, സംഘികളും ഇടപെടും, ഇതിനകത്ത് എല്ലാവരും കടന്ന് കളിക്കും. പിന്നെ പ്ലസ് അഡീഷണലി ഇതിനകത്ത് ഈ പറഞ്ഞ മതം തലക്കേറി എക്സ്ട്രീമിസ്റ്റുകളും കുറേ ആളുകൾ ഇതിനകത്ത് എന്താണെങ്കിലും കയറി കൂടാതിരിക്കില്ല. അങ്ങനെ അടിയായി. അടുത്തതാണ് ഞാൻ നേരത്തെ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ചിത്ര ചേച്ചീനെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അക്ഷതം വൻ സീനാണ്. അക്ഷതം കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പുലിവാലുകളും ചെറുതൊന്നുമല്ല. അപ്പം എന്താണെങ്കിലും നമ്മുടെ മോഹൻലാലിനും മമ്മൂക്കാക്കും, പ്രത്യേകിച്ച് മമ്മൂക്കാക്ക്, അവിടെയും മമ്മൂട്ടിയാണ്, അക്ഷതം മോടി കൊടുത്തു. ആ അക്ഷതം സ്വീകരിച്ച് നമ്മുടെ മമ്മൂക്ക പോക്കറ്റിലിട്ടു. ഇനി മമ്മൂക്ക സംഘിയാണ്. അത് വേറൊരു സൈഡ്. മോഡിയുടെ കയ്യിൽ നിന്നും അക്ഷതം സ്വീകരിച്ച മമ്മൂട്ടി ഇന്നു മുതൽ സംഘിയാകുമോ? കമ്മി സുഡാപ്പി സഖ്യത്തിന് ഇന്നു മുതൽ കൈരളി ടി വിയിൽ നിന്നും വല്യേട്ടൻ സിനിമ ഔട്ട്. അസ്രപ്പ് പച്ചപ്പട ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ കുറേ ട്രോളുകൾ കുറേ കാവി പേജുകളിൽ കണ്ടു. പച്ചപ്പട, കാവിപ്പട, മറ്റേ ചുവന്നപട എന്നൊക്കെയാണ് ഇതിനൊക്കെ പേരുകളൊക്കെ വീഴുന്നത്. ഇനി അക്ഷതം തന്നെയാണോ കൊടുത്തത് എന്നൊന്നും നമുക്ക് ക്ലാരിറ്റി ഇല്ലടേ. പക്ഷെ ജനം ടി വി ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അക്ഷതമാണ് കൊടുത്തത്. അത് മമ്മൂട്ടി എന്ന് പറഞ്ഞ ആളുടെ ക്വാളിറ്റി ആയിട്ട് എനിക്ക് കാണുന്നുള്ളൂ. മമ്മൂട്ടിയുടെ വിശ്വാസങ്ങൾ എന്തോ ആയിക്കോട്ടെ, മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ഒരു വ്യക്തി ഒരു കാര്യം കൊടുത്തു, അത് സ്വീകരിച്ചു, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് അത് പോക്കറ്റിൽ വെച്ചു. ഇല്ലാതെ മമ്മൂട്ടി അത് വാങ്ങില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയോ അല്ലെങ്കിൽ വാങ്ങി വലിച്ചെറിയുകയോ അല്ല ചെയ്തത്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ചുമ്മാ ഈ മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചു, ഫാനിസം തലയ്ക്ക് പിടിച്ചിട്ടൊക്കെയുള്ള ചേരി തിരിഞ്ഞ അടികൾ റിയലി അൺവാണ്ടഡ്. ഇനി അടുത്ത് മമ്മൂട്ടി തീരുന്നില്ല. മമ്മൂട്ടീൻ്റെ അടുത്ത ഇഷ്യൂ, അവർ മമ്മൂക്കാനെ സെൻറ്ററിൽ വെച്ചിട്ടാണ് ഈ കളി ഫുള്ള് നടക്കുന്നത്. കാരണം ഇത് ഏത് രീതിയിലറിയാം ഇവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതിയുള്ള മത തീവ്രവാദികൾ എന്ന് പറയണം ഇവന്മാർ എടുക്കുന്നത്. ഹിന്ദു മുസ്ലിം ഒക്കെ ഈ ടീമുകളൊക്കെ ഇവന്മാരെടുക്കുന്നത് ഹിന്ദുവായ മറ്റേ സുരേഷ് ഗോപിൻ്റെ കല്യാണത്തിന് മുസ്ലിമായ മമ്മൂട്ടി, അതും ഗുരുവായൂർ, ആ ടോണിലെടുക്കുന്ന കുറേ മതം തലക്കി പിടിച്ച തീട്ടങ്ങളുണ്ട്. ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അകത്തുകൂടി പോണ വഴിക്ക് മമ്മൂക്കാനെ മാത്രം ചെക്ക് ചെയ്തടേ. അതിനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് ഏറ്റവും വൻ കോമഡി ആയിട്ടുള്ള സാധനം. ശ്രീനാഥ് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹം ഇട്ടത് ഏറെ സന്തോഷം തോന്നിയ വീഡിയോ, കാരണം കണ്ടെത്തുന്നവർക്ക് സമ്മാനമുണ്ട്. ഇങ്ങനെയാണ് ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ നിന്നാണ് ഈ പറഞ്ഞിട്ടുള്ള കമൻറ്റ് ബോക്സിനകത്തൊക്കെ ഈ പ്രശ്നം തുടങ്ങിയത്. അതായത് കുറേ കമൻറ്റിനകത്ത് മോഹൻലാൽ വാസ് നോട്ട് ചെക്ക്ഡ്, മെറ്റൽ ഡിറ്റക്ടർ ഇക്ക ഓൺലി, മാപ്പിള തന്നെ, സ്വർഗം ബോംബ് ഫ്യൂരികൾ, സലഫിക്ക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെയും മതം പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ. അതായത് ഹിന്ദുവായ നമ്മുടെ മോഹൻലാൽ, ജയറാം, ദിലീപൊക്കെ കയറി പോകുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറിൽ ചെക്കിംഗ് ഇല്ല, അല്ലെങ്കിൽ പോലീസുകാരും ചെക്ക് ചെയ്തില്ല. മമ്മൂക്കാനെ കൈ ഊക്കി ചെക്ക് ചെയ്യിച്ചു. നിങ്ങൾ ഈ കംപ്ലീറ്റ് സാധനം കാണാതെ ഒരിക്കലും ഇത് വിശ്വസിക്കാൻ പാടില്ല. ആ കംപ്ലീറ്റ് വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. ആ വീഡിയോക്കകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് സംഭവിക്കുന്നത്. അതായത് ആരൊക്കെ ഈ മെറ്റൽ ഡിറ്റക്ടറിൻ്റെ അകത്ത് കൂടി കടന്നു പോയിട്ട് അപ്പുറത്ത് പോലീസുകാർ നിൽക്കുന്നുണ്ടോ അവരുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് മമ്മൂക്കയാണ് കൈ പൊക്കിയത്. അത് മമ്മൂക്ക അദ്ദേഹം എത്ര ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, എത്രത്തോളം VVIPകളുള്ള സ്ഥലത്ത് പോകുന്ന ഒരാളാണ്. സോ അതൊരു നേച്ചറായിട്ട് അങ്ങേർക്ക് അത് വന്നതാണ്. അങ്ങനെയാണ് പോലീസുകാരൻ്റെ അടുത്തെത്തിയപ്പോൾ കൈ പൊക്കി നിന്ന് കൊടുത്തത്. കാരണം അവരുടെ ജോബ് അവരതിനാണ് നിൽക്കുന്നത്. ലാലേട്ടൻ പോകണ വഴിക്ക് ലാലേട്ടൻ ആസ് യൂഷ്വൽ, ലാലേട്ടൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ, അത് കൂടി കടന്നു പോകണ വഴിക്ക് മറ്റോടെ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് മൂപ്പര് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂപ്പര് പോയി. കാരണം മൂപ്പര് കൈ പോലും ഒരു കയ്യിൽ മുണ്ടും പിടിച്ചിട്ട് മൂപ്പര് എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ മൂപ്പര് വിട്ടു. അതാണ് സംഗതി. അവിടെ മമ്മൂക്കാനെ മാത്രം ചെക്ക് ചെയ്യുന്ന പോലീസുകാരൻ്റെ മറ്റേ സംഘ അജണ്ട അങ്ങനെയൊന്നുമില്ല.
അവിടെ നിൽക്കുന്ന പോലീസുകാരൻ്റെ ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് മമ്മൂക്ക അവിടെ പോയി കൈ പൊക്കി കൊടുത്തേ. ഈവൻ ലാലേട്ടനാണെങ്കിൽ പോലും അത് കൂടി കയറി വരുമ്പോൾ ഒരു കയ്യിൽ ഫോൺ ഒരു കയ്യിൽ മുണ്ടും. ഒന്നും എന്തുണ്ടാവാൻ പോണത്? ഓക്കെ, പ്രോട്ടോക്കോൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പ്രോട്ടോക്കോൾ. സംഗതി മെറ്റൽ ഡിറ്റക്ടറിൻ്റെ ഉള്ളിൽ കൂടി വന്നല്ലോ. ഇനി നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നമാണ് മമ്മൂക്കാനെ കൈ പൊക്കി ഇതാക്കി, മമ്മൂക്ക മുസ്ലിം ആയതുകൊണ്ട് അങ്ങനെ ചെയ്യിച്ചു, അത് മുസ്ലിം ആയതുകൊണ്ടാണ് ചെയ്യിച്ചത്, ഹിന്ദുക്കളെയൊക്കെ കടത്തി വിട്ടു എന്നാണെങ്കിൽ നിങ്ങൾ ഈ വിഷ്വൽ കാണ്. രാവിലെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടി, അമ്മ, അവരുടെ ബ്രദർ, സിസ്റ്റർ, അച്ഛൻ, സുരേഷ് ഗോപിയുടെ മക്കളും ഭാര്യയും, ഒപ്പമുള്ള 2 പേരും, ഇവരൊക്കെ കയറി പോകുമ്പോഴേ മെറ്റൽ ഡിറ്റക്ടറിൽ കഴിഞ്ഞ് അപ്പുറത്ത് പോകുമ്പോൾ ആ പോലീസുകാരൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ സുരേഷ് ഗോപിയെ ആണെങ്കിൽ പോലും മകനെ ചെക്ക് ചെയ്തു, മകൻ കൈ ഇങ്ങനെ നിവർത്തി കാണിച്ചു കൊടുത്തു, ഒപ്പമുള്ളവരെ ചെക്ക് ചെയ്തു. സുരേഷ് ഗോപി വരെ കൈ പൊക്കി കാണിച്ചു കൊടുത്തു. സ്വന്തം മകളുടെ കല്യാണം അച്ഛനാണ്. എന്നാൽ പിന്നെ ആ പോലീസുകാരൻ സുരേഷ് ഗോപിനെ ചെക്ക് ചെയ്യില്ലല്ലോ. ഈ നിൽക്കുന്ന പോലീസുകാരനോ അല്ലെങ്കിൽ അവിടെ ഒരു മുസ്ലിമിനെ കടത്തി വിടുന്നതിൽ പ്രശ്നമുള്ള ഒരാളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അജണ്ടയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിനെ ചെക്ക് ചെയ്യൂ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരു പ്രശ്നത്തിനിടയിൽ കൂടി കുറച്ച് മത തീവ്രവാദം കുത്തിക്കയറ്റണം എന്ന രീതിയിൽ വരുന്ന ആളുകളാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വാരി അടി ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ മറ്റേ തിരി കൊളത്തി തീയിട്ടതിൽ കുറച്ച് എക്സ്ട്രാ ഡോസ് കിടന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറേ കമ്മി പ്രൊഫൈലുകൾ വേറെ ഇറങ്ങുന്നുണ്ട്. പിന്നെ ഇതൊക്കെ സംഘി പ്രൊഫൈലുകൾ എടുത്തിട്ട് അവരും കൊടുക്കുന്നുണ്ട്. കമ്മി, സംഘി, കൊങ്ങി, ഇതിനിടയിൽ എല്ലാവരും കളി. കാരണം കൊങ്ങികളും വിടില്ല. സുരേഷ് ഗോപി തൃശ്ശൂരാണല്ലോ. അപ്പോൾ കൊങ്ങി പ്രൊഫൈലുകൾ എന്തൊക്കെ ഇതിൽ കിട്ടാൻ നിൽക്കും അതൊക്കെ കമ്മികൾ കടിക്കുമ്പോൾ അവിടെ അപ്പം സപ്പോർട്ട് ചെയ്തോളും പോയിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞത് എക്സ്ട്രീമിസം, അതും തലയ്ക്ക് പിടിച്ച കുറേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇറങ്ങി തിരിച്ച് അടിയോടടി. എന്നാൽ ഇവരൊക്കെ ഭയങ്കര ഹാപ്പിയാണ്, വളരെ കൂളായിട്ട് അവർ ഹാപ്പിനെസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ഇത്രത്തോളം അടി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ ആ കല്യാണം അത് ഓക്കെ, അതങ്ങനെ നടന്ന് മര്യാദയ്ക്ക് നടന്നു പോയി. ഇനി ആ കല്യാണം റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രോട്ടോകോൾ വെച്ചിട്ട് ആർക്കെങ്കിലും സ്വന്തം മക്കളെ കല്യാണം കാണാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അനദർ തിങ്. ഓക്കെ, അത് വേറെ ഇമോഷണൽ സൈഡാണ്. അത് പറയുന്നവർ അത് പറയട്ടെ. ഓക്കെ, അത് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1-2 ആൾക്കാരെ പോസ്റ്റൊക്കെ ഞാൻ കണ്ടു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ. പക്ഷേ ഈ കാണിക്കുന്ന എന്താ പറയുക, ഈ വർഗീയത കുത്തിവെക്കുന്നതും വർഗീയ പരിപാടികളും ദയവായി ഇത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, കാരണം ഇതിലൊക്കെ പെട്ടുപോകുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഇപ്പോൾ നമ്മളെ ഇടയിലുണ്ട്. അത് ഭയങ്കര ഡേഞ്ചറുമാണ്.